2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു 30 സീറ്റുകളിലേക്കുള്ള സാധ്യതയുണ്ട്. ഏത് പാർട്ടികൾ ഇല്ലാതാകും എന്നുള്ളതാണ് നമ്മളിന്നിവിടെ അനലൈസ് ചെയ്യുന്നൊരു കാര്യം. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ലോക്കൽ ബോഡീസിലേക്ക്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് കാണാം. ഇത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങലിലുമൊക്കെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അസംബ്ലി മണ്ഡലങ്ങളിൽ, അതായത് 11 അസംബ്ലി മണ്ഡലങ്ങളിലാണ് BJP ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ 8 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-11ഓളം മണ്ഡലങ്ങളിൽ അവരെ 3ാം സ്ഥാനത്താണ്. പക്ഷേ എങ്കിൽ പോലും 2ാം സ്ഥാനവുമായി വലിയ വോട്ട് വ്യത്യാസമില്ലാത്ത മണ്ഡലങ്ങളുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 30ഓളം സീറ്റുകളെങ്കിലും 2026 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ 2024 മുതൽ ഒരു 2 കൊല്ലത്തേക്ക് കൃത്യമായി പണിയെടുത്താൽ BJPയുടെ ഏതെങ്കിലും നല്ല സംസ്ഥാന നേതൃത്വം വരികയും അവർ വളരെ എഫക്റ്റീവായും ഫലപ്രദമായും ഒക്കെ പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ BJPക്ക് നേടാനുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. ഇത് പറയുമ്പോൾ നമുക്കറിയാം, 2019 തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള ചില നേട്ടങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ തന്നെ ശബരിമല എന്ന് പറയുന്ന ഒരു വികാരം ആയി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പകുതിയോളം ശരിയാണ്. പക്ഷെ പകുതി BJP ഇവിടെ വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് LDFന് വലിയ വോട്ടുകൾ നഷ്ടപ്പെട്ടു. 6 ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഏതാണ്ട് അതിനടുത്ത് തന്നെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് UDFനും. എന്ന് പറഞ്ഞാൽ ഈ 2 വിഭാഗങ്ങൾക്കും വോട്ടുകൾ കുറഞ്ഞപ്പോൾ വോട്ടുകൾ കൂടുതൽ മേടിച്ചൊരു മുന്നണിയുടെ പേര് NDA എന്നാണ്. അതിൽ തന്നെ BJP വളരെ ഫലപ്രദമായി മുന്നേറുന്ന കാഴ്ചയാണ് പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ അവരുടെ വോട്ട് വിഹിതം 1.5 ലക്ഷത്തിലേറെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തൊട്ടടുത്ത തവണ അവർ 2,99,000-ലധികം വോട്ടുകൾ നേടി. എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിലേക്ക് എത്താൻ വെറും 352 വോട്ടിൻ്റെ കൂടി കുറവേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്ന് ചുരുക്കം. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം എന്താണെന്ന് ചോദിച്ചാൽ, എറണാകുളം മുതൽ വടക്കോട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് നേടിയിട്ടുള്ള വലിയ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം വലിയ കാര്യമായിട്ടാണ് നമ്മുടെ VD സതീശനൊക്കെ ഉയർത്തി കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 10 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി, 4 മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി, അതിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി എന്നുള്ളതാണ്. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ കണക്കുകൾ കുറെ കൂടി വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കോൺഗ്രസ് എവിടെയാണ് ഭൂരിപക്ഷം നേടിയെന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം BJP LDFനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഷെയർ ചെയ്യാഞ്ഞതുകൊണ്ടാണ്. അതിൽപ്പെട്ടൊരു മണ്ഡലമാണ് എറണാകുളം. അവിടെ BJP ഏതാനും നാമമാത്രമായ വോട്ടുകളെ പിടിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ വർധനവുണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഹൈബി ഈഡൻ 2.5 ലക്ഷത്തിൻ്റെ വോട്ടിന് ജയിച്ചു. തൊട്ടടുത്ത് നമുക്കറിയാം മലപ്പുറവും പൊന്നാനിയും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ BJP വലിയ തോതിൽ വോട്ടുകൾ പിടിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് 3 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ നിന്നും വലിയ കടുത്ത ഭൂരിപക്ഷത്തോട് ജയിക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ആലത്തൂരിൽ നിന്ന് K രാധാകൃഷ്ണൻ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ സത്യത്തിൽ LDF വിരുദ്ധ വികാരമുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ കൂടുതലായി BJPയിലേക്ക് പോയത് കൊണ്ടാണ് 20,000-ൽ ചില്ലാൻ വോട്ടിന് K രാധാകൃഷ്ണൻ അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ വടകരയാണെങ്കിലും അതുപോലെ കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഈ കാസർഗോഡും വരെയുള്ള മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം തന്നെ BJPയുടെ, ഇതിൽ കാസർഗോഡ് മാത്രമാണ് BJP കുറച്ചെങ്കിലും വോട്ട് പിടിച്ചത്, ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ സാന്നിധ്യം വളരെ കുറവായതുകൊണ്ടാണ്. പക്ഷെ അവിടെ പോലും കണ്ണൂരൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ തവണ ഉണ്ടായതിൻ്റെ ഏതാണ്ട് ഇരട്ടി വോട്ടുകളിലേക്ക് രഘുനാഥ് അവിടെ പിടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് പ്രിയപ്പെട്ട CPM-കാരനും അതുപോലെ കോൺഗ്രസ്സുകാരനൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഭൂരിപക്ഷം കൂടിയെന്ന് പറയുമ്പോൾ പോലും നിങ്ങളുടെ വോട്ട് ഷെയർ അഥവാ വോട്ടുകളുടെ ഷെയർ കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ചോദ്യം നേരത്തെ തന്നെ TN പ്രതാപൻ എന്ന് പറഞ്ഞ MP-യോട് തൃശ്ശൂരിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്, PC ചാക്കോക്ക് ജയിക്കുമ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസിന് 44% വോട്ട് ഷെയറാണ് ഉണ്ടായിരുന്നെങ്കിൽ 1 ലക്ഷത്തിനടുത്തുള്ള വോട്ടിന് കഴിഞ്ഞ തവണ TN പ്രതാപൻ ജയിക്കുമ്പോൾ പോലും 39% വോട്ടിലേക്ക് വോട്ട് ഷെയർ ചുരുങ്ങുകയാണ് ഗ്രാജ്വലി തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുള്ളത്.
ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2026 വരുമ്പോൾ ഇവിടെ ഒരു വലിയ ത്രികോണ മത്സരം ഉണ്ടാവുകയും 2031 വരുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടികൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടാവും. അതിൻ്റെ തുടക്കമാണ് ഈ 2019 അത് കഴിഞ്ഞ് 2024 തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചനകൾ. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലിരിക്കുന്നവർക്ക് വലിയ അത്ഭുതം തോന്നും. CPM ഇല്ലാതാകുമോ, കോൺഗ്രസ് ഇല്ലാതാകുമോ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇല്ലാതാകാൻ പോകുന്ന പാർട്ടി CPM ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് വിചാരിക്കാവുന്ന വോട്ട് ബാങ്കുകളായിരുന്നു ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്ക്. ആ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്കുകളും അതുപോലെ തന്നെ SC ST പിന്നെ മറ്റ് OBC വിഭാഗങ്ങളും ഒക്കെ ചേർന്ന വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതലായി കിട്ടിക്കൊണ്ടിരുന്നത് CPMനാണ്. ഒരു നായർ നമ്പൂതിരി വിഭാഗങ്ങളിലുള്ള വോട്ടുകളാണ് കുറച്ചെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് പോകാറുണ്ടായിരുന്നത്. അത് കോൺഗ്രസിലേക്കും അതുപോലെ BJPയിലേക്കും ഒക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ 2024 തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന ഇത്തരത്തിലുള്ള ഈഴവ വോട്ട് ബാങ്കുകൾ വളരെ തീവ്രമായി BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമായി ഇടതുപക്ഷത്തിൻ്റെ തന്നെ അണികൾ പോലും BJPയിലേക്ക് വോട്ട് ചെയ്യാൻ മടി കാണിച്ചിട്ടില്ല എന്നാണ് വളരെ സൂക്ഷ്മമായി മൈക്രോ ലെവലിൽ ഇത് ഈ തെരഞ്ഞെടുപ്പ് ഫലം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ നിന്ന് CPMൻ്റേതാണ് ഏറ്റവും വലിയ ഹിന്ദു വോട്ട് ബാങ്ക് ഇത്ര നാളും ഉണ്ടായിരുന്നത് CPMനും ഇടതുപക്ഷത്തിനുമായിരുന്നെങ്കിൽ ആ വോട്ടുകളിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ, വിള്ളൽ ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തീരാൻ പോകുന്ന ഒരു പാർട്ടി മിക്കവാറും CPM ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊക്കെ തോന്നുമെങ്കിലും ബംഗാളിൽ നമുക്കറിയാം ഇതേതാണ്ട് ഒരു 15-20 കൊല്ലം മുമ്പ് പറയുമ്പോൾ ആളുകൾക്ക് വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ നമുക്കറിയാം ബംഗാളിൽ അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ട് പോലും CPMന് പിടിക്കാൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ അതിൻ്റെ 1% കുറവ് വോട്ടാണ് ഇത്തവണ ലോക്സഭയിൽ അവർക്ക് കിട്ടിയത്. അങ്ങനെ 5% താഴെ വോട്ടുള്ള പാർട്ടിയായി CPMും 3% വോട്ടുള്ള പാർട്ടിയായി കോൺഗ്രസും അവിടെ മാറിയിരിക്കുന്നു. ആ വിടവിലേക്കാണ് BJP അവിടെ പിടിച്ചു കയറിയത്. BJPക്ക് ഇപ്പോഴും വലിയ നഷ്ടങ്ങളുണ്ടായെങ്കിൽ പോലും കഴിഞ്ഞ തവണ 18 നിന്ന് ഇത്തവണ അവർക്ക് 9 സീറ്റുകൾ അല്ലെങ്കിൽ പോലും 9 സീറ്റുള്ള പാർട്ടിയായി അവിടെ BJP മാറിയിരിക്കുന്നു. നിയമസഭയിലും ഏറ്റവും വലിയ പ്രതിപക്ഷം അവരാണ് 77 സീറ്റുകളുമായി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് മറ്റു പല സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ അഴിമതികൾ നടത്തി ഭരണത്തിലിരുന്നിട്ടുള്ള TRS എന്ന് പറയുന്ന പാർട്ടി, അവരുടെ പേര് തന്നെ ആദ്യം TRS എന്നായിരുന്നു. പിന്നെ അവർ ഇന്ത്യയിൽ തന്നെ വളരാൻ തീരുമാനിച്ച് ചന്ദ്രശേഖർ റാവു അതിൻ്റെ പേര് ഭാരത് രാഷ്ട്ര സമിതി എന്നാക്കി മാറ്റി. പക്ഷേ അപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് അവിടെ തെലങ്കാനയിൽ പോലും ആ പാർട്ടി ഇല്ലാതാവുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി കിട്ടി. അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ എന്ന് നമുക്കറിയാം. ഇത്തവണ അവിടെയുള്ള പാർലമെൻറ്റ് സീറ്റുകളെല്ലാം തന്നെ വലിയ തിരിച്ചടി BRSന് ഉണ്ടായിരിക്കുന്നു. അവിടെ കോൺഗ്രസും അതുപോലെ BJPയും മുന്നേറിയിരിക്കുന്നു. അവിടെ വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ റോളിലേക്ക് ഉടനെ തന്നെ BJP എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. ആ വലിയ ഒരുപക്ഷെ അധികാരം പിടിക്കാനുള്ള ലെവലിലേക്ക് BJP അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അവിടെ TRS ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. നമുക്കറിയാം തമിഴ്നാട്ടിൽ പ്രതിപക്ഷം ഇല്ലാതായിരിക്കുന്നു. DMK വലിയ ശക്തിയായി അവിടെ നിൽക്കുന്നു. പക്ഷേ AIADMK ഇല്ലാതാകുന്നു. ആ AIADMK ഇല്ലാതാകുന്നതിൻ്റെ വിടവിലോട്ടും കയറി വരുന്നത് BJPയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 3.67% വോട്ടുകളാണ് കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ 2019 കിട്ടിയതെങ്കിൽ ഇത്തവണ അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 11%. BJPക്ക് ഒറ്റക്ക് 18.27% NDAക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ പട്ടാളി മക്കൾ കക്ഷിയെയും മറ്റു കക്ഷികളെയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള മുന്നണിയോടുകൂടി BJPക്ക് അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചിരിക്കുന്നു. പക്ഷേ സത്യത്തിൽ അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും. പക്ഷേ തമിഴ്നാടിൻ്റെ കാര്യം ഡിഫറൻ്റ് ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നടൻ വിജയൊക്കെ ഒരു പാർട്ടി ഉണ്ടാക്കി വന്നാൽ BJPക്ക് ഗ്രിപ്പ് നഷ്ടപ്പെടുകയും BJP അവിടെ മൂന്നാമതാവുകയും തീർച്ചയായിട്ടും വിജയുടെ പാർട്ടിക്കൊക്കെ അവിടെ അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയാകാൻ കഴിയുന്ന സാഹചര്യമോ ഒക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ഇതുപോലെ ഇല്ലാതായ പാർട്ടികളിൽ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് BSP എന്നാണ്. കഴിഞ്ഞ തവണ SP-യുമായി സഖ്യമുണ്ടാക്കി, സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി, അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചവർക്ക് അവിടെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ കിട്ടിയത് 19.7% വോട്ടും 10 സീറ്റുകളുമായിരുന്നുവെങ്കിൽ ഇത്തവണ അവിടെ വലിയ നഷ്ടം അവർക്കുണ്ടായിരിക്കുന്നു. ഏതാണ്ട് 10% വരുന്ന വോട്ട് ഷെയറിലേക്ക് അവർ താഴ്ന്നു പോയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പ്രകടനം അതീവ ദയനീയമായിരുന്നു. ഇതിൻ്റെ കാരണം അവിടെ മായാവതി ഭരിച്ച് കുളമാക്കിയതാണ്. നിരവധി ആനകൾ അവിടെ പണിതു വച്ചിട്ടുണ്ട്. അവരുടെ ചിഹ്നമായിട്ടുള്ള ആനകൾ ഉത്തർപ്രദേശിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് കോൺക്രീറ്റിൽ പടുത്തുയർത്തിയിട്ടുള്ള ആനകളുടെ നിരവധി ആനകൾ കാണാം. പക്ഷേ BSP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായില്ല.
അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു പാർട്ടിയായിരുന്നു BSP. അതുകൊണ്ടാണ് അത് അവിടെ ഇല്ലാതായത്. എല്ലാ പരിധികളും വിട്ട് അഴിമതി നടത്തിയതുകൊണ്ട് ആ BSP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തേക്കുന്ന അഫിഡവിറ്റ് പരിശോധിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഏണിംഗ് എന്ന് പറയുന്നത് തന്നെ അവർ FD ആയിട്ട് ഇട്ടിട്ടുള്ള പണത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എത്ര പണം അവർ ഫിക്സഡ് ഡെപ്പോസിറ്റായി ബാങ്കുകളിൽ ഇട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. സോ BJPക്ക് വേണ്ടി ഒരു സ്പോയിലറായി നിന്നുകൊണ്ട് സ്വയം കുഴി തോണ്ടുകയാണ് ഇത്തവണ അവിടെ BSP ചെയ്തിട്ടുള്ളത്. BSPയും ഒക്കെ ഇത്തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പാർട്ടിയായിരുന്നു. നേരത്തെ തന്നെ കൺഷീറാം ഭരിച്ചു ആ പാർട്ടി രൂപീകരിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ പാർട്ടി പടുത്തുയർത്തിയത്. പക്ഷെ അവർ അധികാരത്തിലേക്ക് വരികയൊക്കെ ചെയ്തപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ പത്രക്കാരുമായി നടത്തിയിട്ടുള്ള ഒരു സംഭാഷണം എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ഓർമ്മയിലെടുത്ത് പറയുന്നതാണ്. അദ്ദേഹം ഒരു പത്രക്കാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചില ഒരു വാക്ക് തർക്കമുണ്ടാകുന്നു. അദ്ദേഹം പത്രക്കാരൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നു. ആ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതിന് ശേഷം അടുത്ത പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം, നീയൊക്കെ എന്തെഴുതിയാലും എനിക്ക് കുഴപ്പമില്ല, കാരണം അന്നിവിടെ ദൃശ്യമാധ്യമങ്ങളൊന്നും വലുതായിട്ടില്ല, പക്ഷേ പത്രങ്ങളാണുള്ളത്. നീയൊക്കെ എന്തെഴുതിയാലും എനിക്ക് കുഴപ്പമില്ല, കാരണം എൻ്റെ അണികൾ ഞാൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ, അതുകൊണ്ട് അവരൊക്കെ എഴുത്തും വായനയും അറിയാത്തവരാണ് എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു ധിക്കാരവും അഹങ്കാരവുമാണ് BSPയെ അവിടെ തകർത്ത് കളഞ്ഞത്. ഇങ്ങനെ നിരവധി പാർട്ടികൾ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ മാഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ മായാൻ പോകുന്നൊരു പാർട്ടിയാണ് CPM എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് വളരെ സ്വന്തം പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ വളരെ കൺസ്ട്രക്റ്റീവായി വിമർശിച്ചിട്ട് പോലും യാക്കോബായ സഭയുടെയൊക്കെ ബിഷപ്പ് അദ്ദേഹം വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയപ്പോഴേക്കും പാതിരിമാരിലും ചില വിവരദോഷികളുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ പറഞ്ഞത് തിരുത്തലിൻ്റെ ഭാഗമായി ഞാൻ കണക്ക് കൂടുന്നു. ഇത്തരത്തിൽ തിരുത്തുമ്പോൾ പതുക്കെ CPM എന്ന് പറയുന്ന പാർട്ടിയും കേരളത്തിൽ ഇല്ലാതാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.